ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് മഹാലക്ഷ്മി വരികയാണ്. കണ്ണന്റെ ആ ഒരു ചലിക്കുന്ന വിരലുകൾ കാണുകയാണ്. അത് തൊട്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ കാലിൽ വീണ് കിടന്ന് കരയുകയാട്ടോ. അപ്പൊ നമ്മുടെ അനന്ത് പറയുന്നുണ്ടേ, ആ ഒരു കൃത്യസമയത്ത് ഒരു ദൈവദൂതനെ പോലെ അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ കണ്ണനെ നമ്മൾ ഒരിക്കലും കാണില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി, ആരാണ് അവൻ, കണ്ണേട്ടനെ രക്ഷിച്ചവർ ആരാണ്, എനിക്ക് അയാളെ കാണണം, എനിക്ക് അയാളെ കണ്ട് നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി മാർക്കോനെ കാണാൻ വേണ്ടി ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് ട്ടോ. പക്ഷേ മാർക്കോയാണ് തന്നെ രക്ഷിച്ച അയാൾ തന്നെയാണ് കണ്ണേട്ടനെ രക്ഷിച്ചതെന്ന് നമ്മുടെ മഹാലക്ഷ്മി അറിയുന്നില്ല. കാണാൻ പോകുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമ്മുടെ കമലേശ്വരത്ത് എല്ലാവരും കട്ട പ്രതീക്ഷയിലിരിക്കും. അപ്പൊ നമ്മുടെ കരുണ പറയുന്നുണ്ട്, എത്രയും വേഗം ആ വാർത്ത എനിക്ക് കേൾക്കേണ്ടി വരും എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷെ ഇത്രയും നേരമായിട്ടും ആ ഒരു സന്തോഷ വാർത്ത നമ്മളെ തേടി എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണ നിരാശയിലാണ്, മേഘനാഥൻ നിരാശയിലാണ്. അങ്ങനെ എല്ലാവരും ആ ഗുണ്ട വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി, ഇനി അയാളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അല്ലേ. അപ്പൊ എന്തായാലും ഇവർ വിചാരിച്ചതിനും പതിന്മടങ്ങ് ഇരട്ടി ശക്തിയോടുകൂടിയായിരിക്കും നമ്മുടെ കണ്ണൻ ഇനി തിരിച്ചു വരവ് അല്ലേ കൂട്ടുകാർ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.